നമസ്തേ, ജയഗോപാലാണ് കേട്ടോ. ഇന്നത്തെ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്താലോ? ചൊവ്വാദോഷം. സാധാരണ ഈ വിഷയങ്ങൾ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ തന്നെ വളരെയേറെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ്. എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അതിപ്പോൾ വിവാദമാണേലും അല്ലെങ്കിലും ഹൃദയസമർപ്പിതമായി അത് സ്വീകരിക്കപ്പെടും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാനിത് മുന്നിട്ടിറങ്ങുന്നത്. സാധാരണ ചൊവ്വാദോഷം എന്ന് പറയുന്നത് എന്താണ്? ലഗ്നാലും ചന്ദ്രനാലും ശുക്രനാലും 2, 12, 4, 7, 8 എന്നീ പറയുന്ന രാശികളിൽ ചൊവ്വ നിൽക്കുമ്പോൾ സാധാരണ ദോഷമായിട്ട് കണക്കാക്കാറുണ്ട്. കൂടുതൽ സാങ്കേതികപരമായോ ജ്യോതിഷപരമായോ കാര്യങ്ങൾ ഇവിടെ പറയാതെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഒന്ന് പറയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഉദാഹരണത്തിന്, ഒരു ജ്യോത്സ്യൻ്റെ കയ്യിൽ ഒരു ജാതകം ലഭിച്ചാൽ അതിൻ്റെ ലാ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. ആ ലഗ്നം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശരീരമായിട്ടും ചന്ദ്രൻ എന്ന് പറയുന്നയാള് അവൻ്റെ മനസ്സായിട്ടും ശുക്രൻ എന്ന് പറയുന്നത് അയാളുടെ ഭൗതിക സുഖങ്ങളുമായിട്ടും താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ലഗ്നാല് 7ാം ഭാവത്തിൽ ഒരു ചൊവ്വ വന്നാൽ എന്താ സംഭവിക്കുന്നത്? ശാരീരികപരമായി അയാൾക്ക് അല്പം ദേഷ്യം കൂടുതലാണ്, അയാൾക്ക് പിടിവാശി കൂടുതലാണ്, ലൈംഗികപരമായ കാര്യങ്ങളിൽ അല്പം താല്പര്യം കൂടുതലുള്ള വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ഏതൊരു കാര്യവും വളരെ ഷാർപ്പായി അത് കൃത്യതയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അവരുടെ ജോലിയിൽ മറ്റുള്ള വ്യക്തികളെ കടന്നു കയറിയാൽ ഇഷ്ടമല്ലാത്തവരാണ്. അതുപോലെ തന്നെ ഒരു ഡൊമിനേഷൻ, അതായത് മറ്റുള്ളവരെ ആധികാരികതയോടുകൂടി മറ്റുള്ളവരെ ഭരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു ജാതകം നമ്മുടെ കയ്യിൽ ലഭിക്കുമ്പോൾ അതിനനുസൃതമായി അത് സഹിക്കാനും അതിനെ നേരിടാനും അതനുസരിച്ച് പെരുമാറാനും സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് വേണ്ടേ? അങ്ങനെയുള്ള ഒരാളുടെ ജാതകത്തിൽ 8ാം ഭാവത്തിൽ ചൊവ്വ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ജാതകങ്ങൾ തമ്മിൽ ചേർക്കും. ഇനി അങ്ങനെ അല്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ അവരെ വിവാഹം കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഈ വ്യക്തിയുടെ എല്ലാ സ്വഭാവങ്ങളും ആ വ്യക്തിക്ക് എന്ത് കഴിയില്ല, അത് തരണം ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ ഈ 7ൽ ചൊവ്വ നിൽക്കുന്ന വ്യക്തി എന്ത് ചെയ്യും? അതിനനുസൃതമായ ചില വ്യക്തികളുമായി പുറത്തേക്ക് പോകുകയും മൂന്നാമത് ഒരു വ്യക്തിയെ തരണം ചെയ്യുകയും അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഡൈവോഴ്സിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഇങ്ങനെയുള്ള സത്യസന്ധമായ അനുഭവജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ഉദാഹരണങ്ങൾ ഞാൻ പുറകെ അറിയിക്കാം കേട്ടോ.